സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയപ്പെട്ട സഹൃദയരെ, നമ്മൾ കുറുപ്പാശാൻ്റെ അനുസ്മരണം 37ാമത്തെ അനുസ്മരണമാണ്. എല്ലാ വർഷവും സ്വാഗത പ്രസംഗത്തിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ആശാൻ്റെ സ്മരണ ഇപ്പോഴും വളരെ ദീപ്തമായിക്കൊണ്ട് നിൽക്കുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം മുതൽക്ക് നമുക്കറിയാം, കേരള കലാമണ്ഡലത്തിൻ്റെ സഹകരണത്തോടുകൂടി, അതുപോലെ അനുസ്മരണ കമ്മിറ്റിയും ഡോക്ടർ KNP ഷാരടി സ്മാരക കഥകളി ക്ലബ്ബും സംയുക്തമായിട്ട് എല്ലാവരും ചേർന്ന് കുറേ കൂടി ഒരു വിപുലീകരിച്ച പരിപാടിയായിട്ട് കഴിഞ്ഞ വർഷം മുതൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം നമ്മൾ കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട VC ഡോക്ടർ അനന്തകൃഷ്ണൻ സാറ്, അതുപോലെ രജിസ്ട്രാർ ശ്രീ രാജേഷ് കുമാർ, അങ്ങനെ അക്കാഡമിക് കോർഡിനേറ്റർ അച്യുതാനന്ദ് സാറ്, മറ്റ് എല്ലാ സംഗീത വിഭാഗം, അവിടുത്തെ ഭരണസമിതി, എല്ലാവരുടെയും സഹകരണവും നിർദ്ദേശങ്ങളും വളരെ അനുകൂലമായിരുന്നു. ഈ വർഷവും അത് നമുക്ക് കലാമണ്ഡലത്തിൽ വെച്ച് നടത്തണം, ഒരു ദിവസം നടത്തണം, കലാമണ്ഡലത്തിലാവണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെ 6-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച കലാമണ്ഡലത്തിൽ വെച്ച് ആശാൻ്റെ അനുസ്മരണ പരിപാടികൾ നടക്കുകയുണ്ടായി. അതിലേറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ സംഗീത മത്സരം ഈ വർഷം നിർത്തിവെച്ചു. അതൊരു സന്തോഷമുള്ള കാര്യമാണെന്നുള്ള ഞാൻ പറയണത്. സംഗീത മത്സരം നിർത്തിവെച്ചു എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമല്ല, പക്ഷേ അത് ചില പ്രായോഗികമായിട്ടും സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം അത് മറ്റൊരു രൂപത്തിലേക്ക് ആക്കാം എന്നുള്ള നിർദ്ദേശം വന്നതുകൊണ്ട് കലാമണ്ഡലത്തിൽ വെച്ച് അവരുടെ കൂടി ഒരു തീരുമാനമായിട്ട് ഈ വർഷം മുതൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ് കഥകളി സംഗീതോത്സവം എന്ന പേര്, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കഥകളി സംഗീതോത്സവം എന്നുള്ളൊരു പേരിൽ സംഗീതം ആലാപനം നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ നടത്താറുണ്ട്, അങ്ങനെ കർണാട്ടിക്കിലൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. പക്ഷേ കഥകളി സംഗീതോത്സവം എന്ന പേരിൽ ആക്കിയിട്ട് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ആക്കിയിട്ട് അതും കേരള കലാമണ്ഡലത്തിൽ വെച്ച് തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അത് അവിടുത്തെ സംഗീത വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. വിദ്യാധരൻ മാഷ് അതിൻ്റെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം VC ഉണ്ടായിരുന്നു, അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ടായിരുന്നു ആ യോഗത്തിൽ.
അതിനുശേഷം രജിസ്റ്റർ ചെയ്ത ധാരാളം പേര്, ശരിക്കും പറഞ്ഞാൽ സമയം തികഞ്ഞില്ല എന്ന് പറയാനുള്ളത്. കാരണം സമയത്തിന് 15-20 മിനിറ്റൊക്കെ 10 മിനിറ്റിലധികം ആകരുത് എന്നുള്ള നിർദ്ദേശം നിർബന്ധിച്ച് കൊടുക്കേണ്ടി വന്നു. എങ്കിലും എല്ലാവരും വളരെ ഭംഗിയായിട്ട് പാടിയിട്ട് അത് മത്സരത്തിന് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉപാസനയായിട്ട് അർച്ചനയായിട്ട് അവിടെ പാടി. അവർ വാദ്യങ്ങളോട് കൂടിയിട്ട് പക്കമേളത്തോടു കൂടി പാടി. നല്ലൊരു പരിപാടിയായി. അതിനുശേഷം നല്ലൊരു സെമിനാറുണ്ടായി. അഭിനയ സംഗീതത്തിലുള്ള ദേശീയയുടെ സ്വഭാവം എന്നുള്ളൊരു വിഷയത്തിൽ ശ്രീചിത്രനും കോട്ടക്കൽ മധുവും മീര രാംമോഹനൊക്കെ പാടെ നടത്തിയിട്ടുള്ള നല്ലൊരു സെമിനാറുണ്ടായി. അതിനുശേഷം കുറുപ്പാശാൻ്റെ വെങ്കലനാദം എന്നുള്ള ഡോക്യുമെൻ്ററി പ്രദർശനം നടന്നു. അങ്ങനെ നല്ലൊരു പരിപാടിയായിട്ട് കുറുപ്പാശാൻ്റെ അനുസ്മരണം അവിടെ വെച്ച് നടന്നു. നമുക്ക് ഒക്ടോബർ 9 ആ ദിവസം ഇവിടെ നടത്താതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ അത് എന്തായാലും നടക്കണം. പക്ഷേ ഈ വർഷം നമുക്ക് ഒന്നാമത് അവധി ദിവസമല്ല, പ്രവൃത്തി ദിവസമാണ്, അധ്യയന ദിവസമാണ്. ഇന്ന് സംഗീത മത്സരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ, സംഗീത മത്സരമായാലും വേണ്ടില്ല, സംഗീത അർച്ചനയായാലും വേണ്ടില്ല, പലർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരാൻ. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ളതൊക്കെ രാവിലെ മുതൽ എന്നുള്ള മാറ്റിവെച്ച് വൈകുന്നേരം 3:30 ആക്കി. നമ്മൾ 4 മണിക്ക് തുടങ്ങി. നല്ലൊരു സംഗീതാർച്ചന നടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്മാരക പ്രഭാഷണമാണ് നടക്കാനുള്ളത്. ഞാൻ പറഞ്ഞു ഔപചാരികതയൊന്നും അവർ കാണണ്ട. ആ സ്മാരക പ്രഭാഷണത്തിന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ രമേശൻ തമ്പുരാനാണ്, തൃപ്പൂണിത്തുറ. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുറുപ്പാശാൻ അന്തരിച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു പക്ഷേ ആശാനെക്കുറിച്ച് ഒരു ലേഖനം, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് എഴുതിയത് രമേശൻ തമ്പുരാനാണ്. അതുപോലെ ആശാൻ്റെ പാട്ടുകൾ ആദ്യമായിട്ട് കാസറ്റിൽ സ്മരണ എന്നുള്ള പേരിൽ എറണാകുളത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് ആദ്യമായിട്ട് ഇറക്കിയതും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു താല്പര്യത്തിലായിരുന്നു. അങ്ങനെ ആശാന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ, ആശാൻ്റെ പാട്ടിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനെ മാത്രം താല്പര്യമാക്കിയിട്ട് ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ രമേശ് തമ്പുരാൻ തന്നെ വേണം, അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷം. ഞാൻ കൂടുതൽ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം ഇന്ന് സ്മാരക പ്രഭാഷണം ചെയ്യുന്ന വിഷയം കഥകളി സംഗീതത്തിലെ പരിണാമ പഥങ്ങൾ എന്നുള്ളതാണ്. ആ വിഷയത്തിൽ അദ്ദേഹം ആശാൻ്റെ പാട്ടിനെക്കുറിച്ചും സ്പർശിച്ചുകൊണ്ടായിരിക്കും പറയുക. അപ്പോൾ പല വിഷയങ്ങളുമായി അദ്ദേഹം അതിൽ വരും. എന്തായാലും അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കലാമണ്ഡലത്തിലെ അക്കാഡമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ അച്യുതാനന്ദ സാറ്, ഞാൻ പറഞ്ഞു 6-ാം തീയതി അദ്ദേഹം സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം കലാമണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ പറയും. പക്ഷേ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കുറുപ്പാശാൻ്റെയൊക്കെ നാട്ടിൽ ആണ് ജനിച്ചത്, വെള്ളിനേഴിയാണ്. അപ്പോൾ ആശാൻ്റെ ആ ഒരു കലയോട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ തന്നെ കിട്ടിയത് വളരെ ഭാഗ്യമായി. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് 2 വാക്ക് ആശംസിച്ചുകൊണ്ട് പറയാനായിട്ട് ശ്രീ അച്യുതാനന്ദ സാറിനെ ക്ഷണിക്കും. ആദ്യമായി കലാമണ്ഡലം ഉണ്ണികൃഷ്ണ കുറുപ്പാശാൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 2 വാക്ക്. നേരത്തെ പാലനാട് ദിവാരേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വെള്ളിനേഴി പഞ്ചായത്തിലെ തിരുവാഴിയോട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. പലപ്പോഴും ഞാൻ പഠിക്കുന്ന കാലത്തും കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്തും അതിനു മുൻപൊക്കെ ഒരുപാട് ഉണ്ണികൃഷ്ണൻ കുറുപ്പാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഉദാഹരണത്തിന് പെരുമാങ്ങോട് കളി, അതുപോലെ കാന്തള്ളൂർ, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് കലാമണ്ഡലത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനും കഥകളി ആസ്വദിക്കാനും ചെറിയ രീതിയിലെങ്കിലും സാധിച്ചിട്ടുണ്ട്.
അതുപോലെ 6-ാം തീയതി ദിവാരേട്ടൻ പറഞ്ഞ പോലെ സജീവമായിട്ട് തന്നെ ഞാൻ ഹരിദാസേട്ടനും അവരുടെ എല്ലാവരോടും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. എന്തായാലും 2ാമത്തെ വേദിയാണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ വളരെ സന്തോഷവാനാണ് ഞാൻ. കാരണം ഉണ്ണീകൃഷ്ണൻ കുറുപ്പാശാൻ എന്ന് വേണ്ട, അതുപോലെ പല പല മഹൽ വ്യക്തികളുടെ സംഗീതം കേൾക്കുവാനും ആസ്വദിക്കുവാനും ഭാഗ്യം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി നേരുന്നു. എന്നെ ഇതിനെ ക്ഷണിച്ച പ്രത്യേകിച്ച് രജിസ്ട്രാർ സാർ ഇന്നിവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം വിളിച്ച് എന്നോട് ഇവിടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പങ്കുചേർന്നു. അനിയേട്ടൻ, അതുപോലെ പാലനാട് ദിവാകരേട്ടൻ, എല്ലാവരോടും ഇതിൻ്റെ സംഘാടകരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്മാരക പ്രഭാഷണത്തിനായിട്ട് ശ്രീ രമേശൻ നമ്പുരാനെ ക്ഷണിക്കുകയാണ്. എല്ലാ സഹൃദയർക്കും നമസ്കാരം. ഇത് ഒരു സ്മാരക പ്രഭാഷണമാണ്. ഉണ്ണികൃഷ്ണക്കുറുപ്പ് അനുസ്മരണ പ്രഭാഷണം അല്ല. അതായത് ഒരു വിഷയം തന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് പറഞ്ഞേക്കണത്. അതിനിടയിൽ ഇന്നത്തെ സ്മര്യപുരുഷനായിട്ടുള്ള കുറുപ്പാശാനും കയറി വരും. ആ കഥകളി സംഗീതത്തിൻ്റെ പരിണാമ വഴികളിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രതിഭ എന്നുള്ള നിലയ്ക്ക് ഉണ്ണികൃഷ്ണക്കുറുപ്പ് ഒരു ഉയർന്ന കൊടുമുടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെയും കുറച്ചധികമായിട്ട് ചിലപ്പോൾ പരാമർശിച്ചു എന്ന് വരും. ഈ കഥകളി രൂപം കൊണ്ടിട്ട് ഈ കാലങ്ങളിലൂടെ വരുമ്പോൾ പല പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ പരിണാമ ദശകളിൽ കൂടി ഒന്ന് സഞ്ചരിക്കുകയാണ്. കഥകളിയുടെ ആ പരിണാമത്തിൽ തന്നെ കഥകളി സംഗീതത്തിൻ്റെ പരിണാമം ഉൾപ്പെട്ടിട്ടുണ്ട്. കഥകളിയിൽ ഏറ്റവും കൂടുതൽ പരിഷ്കരണ വിധേയമായിട്ടുള്ളത് ആഹാര്യവും വാചികവുമാണ്. മറ്റുള്ളതിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. ആഹാര്യം നമുക്കറിയാം. ഒരു 70-80 കൊല്ലം മുമ്പിലത്തെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അന്നത്തെ ആഹാര്യവും ഇന്ന് കാണുന്ന ആഹാര്യവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. ചുട്ടിയിലാണെങ്കിലും ഉടുത്തുകെട്ടലാണെങ്കിലും മുഖത്തെഴുത്തിലാണെങ്കിലും എല്ലാത്തിലും വളരെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീതത്തിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാമനാട്ടം തുടങ്ങണ സമയത്ത് ആദ്യകാലത്ത് ഈ നടൻ തന്നെയാണ് വാചികത്തിൻ്റെ ധർമ്മം നിർവഹിച്ചിരുന്നത്. ആട്ടവും പാട്ടും നടൻ തന്നെ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നിൽ ഒരു പിൻപാട്ടുകാരനുണ്ടാവും, അദ്ദേഹം അത് ഏറ്റുപാടും. ഏകദേശം ഇന്നത്തെ ഓട്ടംതുള്ളലിൻ്റെയൊക്കെ ഒരു രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് വെട്ടത്ത് രാജാവാണ് ഈ നടനിൽ നിന്ന് ആ പാട്ടിനെ നടനിൽ നിന്ന് കവർന്നെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. കവർന്നെടുത്ത് അത് പിന്നിലത്തെ പാട്ടുകാരെ ഏൽപ്പിക്കുകയാണ്. പിന്നിലത്തെ പിൻപാട്ടുകാർക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാട്ടിനെ പിന്നിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പാട്ടിനെ പിന്നിലേക്കാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാട്ടിനെ മോശാക്കി എന്നല്ല, പാട്ടിനെ കുറേയും കൂടി മുൻപിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അതിൻ്റെ സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു. നടൻ്റെ സാധ്യതകളും വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഈ ഓരോ വാചകം പറയുമ്പോഴും നടനിൽ നിന്ന് പാട്ടിനെ അടർത്തി മാറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നടനെ എന്താ പറയുക, നടൻ്റെ കയ്യിൽ നിന്ന് എന്തോ തട്ടിയെടുത്തു എന്നുള്ളതല്ല. നടന് അതിന് സ്വാതന്ത്ര്യം, അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു.
ഗായകർക്കും അത് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. അത് വെട്ടത്ത് രാജാവിനെ പോലെ എന്താ പറയുക, അധികാരമുള്ള ഒരാൾക്കേ ചിലപ്പോൾ പറ്റിന്ന് വരുള്ളൂ. കാരണം ബാക്കി ഇപ്പോൾ വേറൊരു സാധാരണക്കാരൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടനും സമ്മതിക്കില്ല, പാട്ടുകാരും സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ വന്ന് കുറേ കാലം അങ്ങനെ പോയി. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ കഥകളി രൂപപ്പെട്ട കാലത്തൊക്കെ സംഗീതം സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൽ പ്രചാരം ഉണ്ടായിരുന്ന ആ സോപാന സംഗീതത്തിൻ്റെ മട്ടാണ് സ്വീകരിച്ചിരുന്നത്. സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു പദ്ധതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആലാപന ശൈലി, ആ രീതിയിലൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറകളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അതേപോലെ ഒന്നും സോപാന സംഗീതത്തിന് ഒരിതില്ല. ഈ സ്വരം പോലും പഠിപ്പിക്കാറില്ല. ഇപ്പോഴും പഠിപ്പിക്കണില്ല എന്നാണ് എനിക്ക് തോന്നണേ, അറിയില്ല. സ്വര ഏതാ, ഒരു രാഗത്തിൻ്റെ സ്വര ഏതാണെന്ന് ആ പഠിച്ചവർക്കും പാടണവർക്കും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അത് ആ തൃക്കാമ്പറമൊക്കെ പറയാറുണ്ട്. ഒരു രാഗം ഒരു രീതിയിൽ അങ്ങോട്ട് പാടിയിട്ട് ഇത് ഇന്ന രാഗമാണ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്വഭാവം സ്വരൂപമൊക്കെ തന്നെ മനസ്സിലാക്കിയിടുകയാണ്. ശാസ്ത്രീയമായിട്ട് യാതൊരുവിധ അഭ്യസനവും അതിനില്ല. അത് പക്ഷേ എന്താ പറയുക, ആ അമ്പലത്തിൻ്റെ ആ സോപാനപ്പടിയിൽ അവിടെ ഒതുങ്ങിപ്പോയി പലപ്പോഴും. കാരണം ഇതൊരു എന്താ പറയുക, കാഴ്ചക്കൂത്ത്, കേൾവി കൂത്ത് എന്നൊക്കെ പറയണ പോലെ. കാഴ്ചക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത് അനുഷ്ഠാന കൂത്ത്, കാഴ്ചക്കൂത്ത് എന്ന് ഈ കൂത്തിലൊക്കെ വ്യത്യാസം പറയും. ഒന്ന് അനുഷ്ഠാനമായിട്ട് ദേവന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. മറ്റത് മുമ്പിലിരിക്കുന്ന സാമാന്യ ജനത്തിന് അല്ലെങ്കിൽ ആസ്വാദകന് വേണ്ടിയുള്ള ചെയ്യണത്. ഈ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ആസ്വാദകന് വേണ്ടി ചെയ്യണമല്ല, ദേവന് വേണ്ടി സങ്കല്പിച്ച് അതൊരു ഏകാന്തമായ ഒരു പ്രാർത്ഥന പോലെ ചെയ്യണം, അത്രയേ ഉള്ളൂ. ആരും കാണണമെന്നോ കേൾക്കണമെന്നോ യാതൊരു വിചാരവും ഇല്ല, കാണികളും ഇല്ല. അതിൽ അമ്പലത്തിൽ തൊഴാൻ വരണവർ അത് കേട്ടു എന്ന് വരും. അങ്ങനെ പോയിട്ട് ഈ കുറച്ച് ത്യാണികളും പള്ളിച്ചെന്തുകളും ഈ അഷ്ടപതി പാട്ടും ഒക്കെ ആയിട്ട് അത് ഒതുങ്ങി. അതിലപ്പുറത്തേക്കൊരു വികാസം അതിനുണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ആദ്യം സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ കുറേ പരിമിതികളുണ്ടായിരുന്നു. ഒരു പാരമ്പര്യത്തിൻ്റെ ഊർജ്ജം അതിൽ കിടക്കുന്നുണ്ട്, എങ്കിലും ഒന്ന് വികസിക്കാനുള്ള കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. ആ സമയത്ത് ആണ് ഈ ഒരു 18-ാം നൂറ്റാണ്ട് അവസാനം 19-ാം നൂറ്റാണ്ടിലാണ് ഈ കർണാടക സംഗീതത്തിൻ്റെ ഒരു വളർച്ച. ആ ത്രിമൂർത്തികളുടെ കാലം മുതൽ കർണാടക സംഗീതം ഇങ്ങനെ പ്രചരിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും എല്ലാം പ്രചരിച്ചു. കേരളത്തിലേക്ക് മാത്രം, കേരളത്തിൻ്റെ അവിടെ ആ സഹ്യപർവ്വതം ഉള്ള കാരണം പെട്ടെന്ന് അതിൻ്റെ ഇതിങ്ങോട്ട് പരന്നു വന്നില്ല. പക്ഷേ പാലക്കാട് ആ ചുരം, വാളയാർ ചുരം വഴി കുറേ സംഗീതം കടന്നു വന്നു. അവിടെ പാലക്കാട് അങ്ങനെ കുറേ ദിക്കിൽ സംഗീത കേന്ദ്രങ്ങളുണ്ടായി. കർണാടക സംഗീതത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറാൻ കഴിഞ്ഞു ഒരു 10-50 വർഷത്തിന് ഉള്ളിൽ. ഈ കർണാടക സംഗീതത്തിലെ മഹാരഥന്മാരിൽ അനവധി പേര് ഈ പാലക്കാട് എന്നുള്ളവരാണ്. ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ വാര്യർ, KVN, MDR, പാലക്കാട് രാമഭാഗവതർ, അങ്ങനെ കുറേ പേരുണ്ട്, അനവധി പേര്, പേര് പറഞ്ഞാൽ തീരില്ല. പിന്നെ തിരുവിതാംകൂർ ഭാഗത്ത് അതിക്കൂടി ഈ സ്വാതി തിരുനാളിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഉത്സാഹത്തിൽ കർണാടക സംഗീതത്തിലെ പ്രശസ്തരായിട്ടുള്ള പലരെയും അവിടെ കൊണ്ടുവരികയും അതിനൊരു പ്രചാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പൊന്നയ്യ, ചിന്നയ്യ, വടിവേലു, ശിവാനന്ദം തുടങ്ങിയ തഞ്ചാവൂർ നാൽവർ എന്ന് പറയണ അവരവിടെ വന്നുകൂടി. അങ്ങനെ പല അടുത്ത കാലം വരെ അങ്ങനെ എന്താ പറയുക, മുത്തയ്യ ഭഗവതർ, ചെമ്മാങ്കുടിയൊക്കെ അവിടെ വന്ന് അതിൻ്റെ ഒരു ആസ്ഥാന വിദ്വാനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ പാലക്കാടും തിരുവനന്തപുരത്തും വന്ന സാധനം തന്നെ ഈ കേരളത്തിൻ്റെ നടുവിലേക്ക് വരാൻ കുറേ സമയമെടുത്തു.
കുറേ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ കർണാടക സംഗീതത്തിൻ്റെ ആ ഹുങ്കാരത്തിനിടയിൽ ഈ സോപാന സംഗീതത്തിൻ്റെ ശബ്ദം ഈ നാലമ്പലത്തിൻ്റെ പുറത്തേക്ക് കേൾക്കാത്ത ഒരവസ്ഥ വന്നു. അപ്പോഴാണ് ഈ കഥകളി സംഗീതവും കുറച്ചും കൂടി പരിണമിക്കാനുണ്ട്, കുറച്ചും കൂടി പുരോഗമനം നേടാനുണ്ട് എന്ന ഒരു ചിന്ത പൊതുവേ വന്നത്. ആ സമയത്താണ് വെങ്കിടകൃഷ്ണ ഭാഗവതർ ഈ കഥകളിയിൽ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ നിമിത്തമായി തീർന്നത്. അത് മനഃപൂർവ്വം അദ്ദേഹം ചെയ്യണമെന്നല്ല, അത് ഒരു നിമിത്തമായി തീരുകയാണ്. ഇപ്പം ആദ്യകാലത്ത് സംഗീതമൊന്നും വലിയ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കല്ലടിക്കോടൻ സമ്പ്രദായത്തിലാണ് കോട്ടയത്ത് തമ്പുരാനും വെള്ളാട്ട് ചാത്തുപ്പണിക്കരുമൊക്കെ ചേർന്ന് സംഗീതത്തിന് ചിട്ടപ്പെടുത്തി ഒരു സമ്പ്രദായം ഉണ്ടാക്കണത്. അത് ആ കോട്ടയം കഥകൾ മുഴുവൻ അവർ ചിട്ടപ്പെടുത്തി എൻ്റെ കൃത്യമായിട്ടുള്ള സമ്പ്രദായം ഉണ്ടാക്കി. പക്ഷെ അപ്പോഴും ഗായകന് സ്വാതന്ത്ര്യം കുറവായിരുന്നു. കാരണം ചിട്ടപ്രധാനമായ ഇപ്പോൾ ഈ കോട്ടയത്തെ കഥ അരങ്ങിൽ കാണുമ്പോൾ നമുക്കത് വളരെ രസമായിട്ട് സംഗീതം ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഒരു കച്ചേരി, കഥകളിപ്പോഴത്തെ കച്ചേരി പോലെ ഒറ്റയ്ക്കാവുമ്പോൾ അതിനത്ര ഇഫക്റ്റ് തോന്നില്ല. കാരണം അത് അരങ്ങിന് പാകത്തിന് ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയേക്കുന്ന സംഗീതമാണ്. സംഗീതം മോശമോ സാഹിത്യം മോശമായിട്ടല്ല, അതായിരുന്നു അന്നത്തെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ കഥകളി സംഗീതം ആസ്വാദകരായിട്ട് കഥകളി കാണാൻ വന്നവർക്ക് ഇപ്പോഴും പലർക്കും ഈ കോട്ടയം കഥകളോട് അത്ര പഥ്യമില്ല. ഇപ്പോൾ നളയരതം പോലെയുള്ളതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതൊരു കുറ്റമൊന്നും അല്ല പറയണേ. അപ്പോൾ ആ സമയത്താണ് വെങ്കിടകൃഷ്ണ ഭാഗവതർ ആവിർഭവിക്കണേ. അദ്ദേഹം ഈ മൂത്തേടത്ത് സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ആളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള മൂത്തേടത്ത് വാസുദേവൻ നമ്പൂരി പാടി അങ്ങനെ ഒരു സമ്പ്രദായം ആയി തീർന്നൊരു സാധനമുണ്ട്. അത് വച്ചിട്ടാണ്. അതും ഒരു 3/4 ഭാഗം സോപാനത്തിൻ്റെ ഇതിൽ തന്നെയായിരുന്നു. ഈ വെങ്കിടകൃഷ്ണ ഭാഗവതർ വന്ന് ഇവിടെ തുടങ്ങി. അദ്ദേഹം ആലോചിച്ചു എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അദ്ദേഹത്തിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ മുണ്ടായ രാമഭാഗവതരുണ്ട്. പാലക്കാട് രാമഭാഗവതർ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള കർണാടക സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും എല്ലാം ചേർന്ന് ഈ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന ജ്ഞാനം പ്രയോഗസിദ്ധിയും എല്ലാം ഈ വെങ്കിടകൃഷ്ണ ഭാഗവതർക്കും സ്വായത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പഠന സമ്പ്രദായം തന്നെ ഒന്ന് മാറ്റി അടിസ്ഥാനപരമായിട്ട് സ്വരങ്ങൾ പഠിക്കുക, വരിശകൾ പഠിപ്പിക്കുക, അങ്ങനെ ആ അധ്യയന സമ്പ്രദായം ഒന്ന് മാറ്റിയെടുത്തു. അപ്പോൾ കുറച്ചും കൂടി അടിസ്ഥാനം ഈ ഗായകർക്ക് ഉറയ്ക്കാൻ കാരണമായി. പിന്നെ കർണാടക സംഗീതത്തിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ ആ ഗമകം തുടങ്ങിയവ ഈ കഥകളി സംഗീതത്തിലേക്ക് ഉൾച്ചേർത്തു. അതേപോലെ പുതിയ പുതിയ രാഗങ്ങൾ അദ്ദേഹം കഥകളിയിൽ അതുവരെ പ്രയോഗിക്കാത്ത രാഗങ്ങൾ അദ്ദേഹം കഥകളിയിൽ ഉപയോഗിച്ചു തുടങ്ങി. ഈ കമാസ് എന്നൊക്കെ പറഞ്ഞ രാഗം ആദ്യമായിട്ട് വെങ്കിടകൃഷ്ണ ഭാഗവതരാണ് ആ ചിന്തിതമജിരാൽ എന്നുള്ള നളയരത്തിലെ പദത്തിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പുതിയ പുതിയ രാഗങ്ങൾ അത് പലർക്കും രസിച്ചു. എന്നാൽ അതിന് വിമർശനവും ആ കാലത്തുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും ഒട്ടും കൂസിയില്ല. അദ്ദേഹം ആ ഇഷ്ടം പോലെ തുടർന്നു. കുറേ പേർക്ക് അത് ഇഷ്ടമായി. അങ്ങനെ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം ആൾക്കാർക്ക്, ആസ്വാദകർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ആ ഇത് തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ ആസ്വാദിക്കണതിൻ്റെ തുടർച്ച ആ വെങ്കിടകൃഷ്ണ ഭാഗവതരിൽ നിന്ന് വരണതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനും ഈ ഇത് തന്നെയാണ് ഈ വെങ്കടകൃഷ്ണ ഭാഗവതരുടെ സമ്പ്രദായം തന്നെയാണ് പിന്തുടർന്നത്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ പലതും രാഗങ്ങൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്.
പിന്നെ അരങ്ങ് കൊണ്ട നടക്കാൻ ഇത്ര കഴിവുള്ള വേറെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്നാണ് പഴയ ആൾക്കാരും പറയണത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ച കലാകാരന്മാരും സമ്മതിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ആ സംഗീതത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദം, ഉച്ചസ്ഥായിയിലും മന്ത്രസ്ഥായിയിലും ഒരുപോലെ സഞ്ചരിക്കാനുള്ള സിദ്ധി, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ഗായകൻ ആയിട്ട് കുറേ കാലം അക്കാലത്തെ ആ 20ാം നൂറ്റാണ്ടിലത്തെ ഉത്തരാർദ്ധത്തിലെ കഥകളി രംഗത്ത് ഉള്ള പ്രഗത്ഭരായിട്ടുള്ളൊരു നിരയിൽ കഥകളി പാട്ടിൻ്റെ അല്ലെങ്കിൽ അരങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കുറേ കാലം എന്താ പറയുക അവിടെ വിലസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കേമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്രഗത്ഭരായ ശിഷ്യന്മാർ, അത് ആ കലാമണ്ഡലം എന്നില്ല, കലാമണ്ഡലത്തിൽ അധ്യാപകനായതുകൊണ്ടും കൂടി ആവാം. പക്ഷേ പിൽക്കാലത്ത് ആ ആസ്വാദകരെ പിടിച്ചുലച്ച പല ഗായകരും, ഇപ്പോൾ ഉണ്ണികൃഷ്ണക്കുറുപ്പ്, ഗംഗാധരൻ, ശങ്കരനമ്പ്രാന്തിരി, മാടമ്പി, ഹൈദരാലി, ഹരിദാസ്, ഇങ്ങനെ ഈ എല്ലാവരും അതിപ്രഗത്ഭരാണ്. അവർ മുഴുവൻ നമ്പീശനാശാൻ്റെ ശിഷ്യന്മാരാണ്. പിന്നെ അത് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ നിന്ന് പോയി റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് കോട്ടയ്ക്കൽ പോയി. അവിടെയും ഈ കോട്ടയ്ക്കൽ നാരായണൻ, കോട്ടയ്ക്കൽ മധു, അങ്ങനൊരു ശിഷ്യ സമ്പത്ത് കിട്ടി. ആ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഈ ഏറ്റവും എന്താ പറയുക അത്ഭുതം എന്ന് പറയുന്നത്, ഈ ശിഷ്യന്മാരെല്ലാവരും തൻ്റേതായിട്ടുള്ള വഴികൾ കണ്ടെത്തി ആ കഥകളി സംഗീതത്തിനെ മുൻപോട്ട് കൊണ്ടുപോയി. ഇപ്പം കുറുപ്പാശാൻ എന്ന് പറയുന്നത് നമ്പീശനാശാൻ്റെ ആദ്യകാലത്തെ വത്സല ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. നമ്പീശൻ്റെ അതേ അടിസ്ഥാന ശൈലി തന്നെയാണ് ആദ്യകാലത്തൊക്കെ പാടിയിരുന്നത്. പിന്നീടും അത് അടിസ്ഥാനത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സ്വന്തമായിട്ട് കുറേ സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ വെറും സംഗതിയുടെ ഈ സംഗീതത്തിൻ്റെ സഞ്ചാര രീതി എന്നുള്ള സംഗതിയല്ല ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളും അതിൽ ഉൾച്ചേർത്തു കുറുപ്പാശാൻ. ഈ സോപാന സംഗീതം, അതായത് ഒരു ആദി ദ്രാവിഡ സംഗീതം എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു പാരമ്പര്യം, ഒരു ഗോത്രബന്ധമുണ്ട്, അത് ഉള്ളിലുണ്ട്. കാരണം അച്ഛൻ കളംപാട്ട് കലാകാരനായിരുന്നു. ഉണ്ണികൃഷ്ണക്കുറുപ്പും ആ പാട്ടുകൾ പലതും ആ പഴയ സോപാന രീതിയിൽ പാടിയിട്ടുള്ള റെക്കോർഡുകളൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ ആ അതൊരു ഇതുണ്ട്. പിന്നെ ശാന്തിനികേതനിലും ദർപ്പണയിലൊക്കെ വർക്ക് ചെയ്ത് അതെത്ര സ്വാംശീകരിച്ചിട്ടുണ്ടെന്നറിയില്ല. പക്ഷേ ചില ദിക്കിൽ ഹിന്ദുസ്ഥാനി ടച്ച് വരണ പോലെ തോന്നാറുണ്ട്. അതുപോലെ ഈ വെസ്റ്റേൺ മ്യൂസിക്കിലെ പ്ലെയിൻ നോട്ട്സ്, അതിങ്ങനെ പ്രയോഗിക്കണ വേറൊരാളും കഥകളി സംഗീതത്തിലില്ല. കല്യാണിയിലും കാമ്പോജിയിലുമൊക്കെ ഒരു ഗമകോ ഒന്നുമില്ലാണ്ട് പ്ലെയിൻ നോട്ട്സ് കൊണ്ടൊരു സംഗീതം ഉണ്ടാക്കണം. അത് ഒരു പദത്തിൽ ചിലപ്പോൾ ഒരു വരിയിലായിരിക്കും, പക്ഷെ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ സംഗതികൾ കണ്ടുപിടിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഈ കഥകളിയോടുള്ള ഒരു അപ്രോച്ച് എന്താണെന്നുള്ളത് ഒരു ദുരൂഹമായിട്ട് നമുക്ക് തോന്നും. ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിസ്സംഗനായിട്ട് നിന്ന് പാടണ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഞാനല്ല ചെയ്യണമെന്നുള്ളൊരു ഭാവത്തിലാണ്. ഇങ്ങനെ വരണു, എൻ്റെ വായക്കൂടി വരണു എന്നുള്ള ഭാവത്തിലാണ്. അക്കിത്തം പറഞ്ഞ പോലെ എൻ്റെ ഈ കൊമ്പനാനകൾ, എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന് പറഞ്ഞ പോലെ അവിടെ എങ്ങനെ ഇത് പാടും. അഭിപ്രായം നന്നായി എന്ന് പറഞ്ഞാലും
ചീത്തയായി എന്ന് പറഞ്ഞാലും ഒരേ ചിരിയാണ്, അതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. പിന്നെ മറ്റൊരു ഗായകനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് കലാകാരന്മാരെക്കുറിച്ച് ഒരാളെ പറ്റി ഒരു ചീത്ത വാക്കോ അല്ലെങ്കിൽ പറയില്ല. അവരെ അവിടെ ഉണ്ടെന്നല്ലാണ്ട് വേറെ യാതൊരു ഈ കലാകാരന്മാരുടെ അങ്ങനെ പറയാറുണ്ട്, അത് ശരിയാണോ? എല്ലാവർക്കും ഉള്ളതാണ്. കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പ്രത്യേകിച്ച് പറയും, ഈ കുശുമ്പും അസൂയൊക്കെ ഇത്തിരി കൂടുതലാണ് മറ്റവൻ നന്നാവുമ്പോൾ. പക്ഷേ ഇദ്ദേഹത്തിന് എന്തായാലും അതില്ല എന്നുള്ള കാര്യം നമുക്ക് അടുത്ത് പെരുമാറിയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഈ കൂടിയാട്ടം കലാകാരന്മാർ പറയാറുണ്ട്, ഈ വിളക്കിൻ്റെ തിരി നോക്കി ആ ദീപത്തിൻ്റെ നാളം നോക്കിയിട്ടാണ് അഭിനയിക്കണത്. മുമ്പിൽ ആളുണ്ടോ ആളില്ലേ എന്നൊന്നും നോക്കിയിട്ടല്ല. അത് ഒരു ഈശ്വര സങ്കല്പമായിട്ട് കണ്ട് ഈശ്വരൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നാണ്. അതേപോലെയാണ് ഈ കുറുപ്പാശാൻ്റെ മുമ്പിൽ ആളുണ്ടോ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. കളിക്കണത് അതിപ്രഗത്ഭനായിട്ടുള്ള ആളാണോ, ഒരു പുതിയതായിട്ട് പഠിച്ചു വന്നൊരു കുട്ടിയാണോ, അതും അദ്ദേഹത്തിന് പ്രശ്നമല്ല. കൂടെ പാടണവരാരാണ്, അതും പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു മൂഡ്, ആ ഒരു ദിവസം ഉണ്ടാവും, അന്ന് പാടണ പോലെ പാടാൻ ഏത് സംഗീതജ്ഞൻ വന്നാലും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇത് പറയാം, അനുഭവ കഥയാണ്. ശശിയേണ്ണും ഞാനും ചേരാനല്ലൂർ കാർത്തിക വിളക്കിന് കളി കാണാൻ പോയി. കുറുപ്പാശാൻ്റെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അവിടെ ചെന്നു. ഒരു 5 മണി മുതൽ 9 മണി വരെ അതിഗംഭീര മഴ. ആ ക്ഷേത്രമുറ്റം മുഴുവൻ ഏകദേശം മുട്ടിന് വെള്ളം. അപ്പോൾ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെ എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി, മുറ്റം മുഴുവൻ വെള്ളം. അത് കഴിഞ്ഞ് ഇതൊക്കെ കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ തുടങ്ങാൻ വൈകി. 10-നോ 11-നോ ഒറ്റയാണ് തുടങ്ങി. ആ നടപ്പരയിൽ അരങ്ങ് അഭിമുഖമായിട്ട്, ശ്രീകോവിലിന് അഭിമുഖമായിട്ട് ബാക്കിയുള്ളവർ അവിടെ ഇരിക്കുക. അപ്പം ആകപ്പാടെ 10-12 പേരേ ഉള്ളൂ കാണാൻ. അവർ ഈ പേപ്പറൊക്കെ വിരിച്ച് അവിടെ നിലത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ശശിയേട്ടനും പിന്നിൽ ഗോപുരമാണ്, ആ ഗോപുരത്തറമ കയറിയിരുന്നു. അന്ന് കളി കാണണം എന്നുള്ളതിനേക്കാളും പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറുപ്പാശാൻ്റെ തൊട്ട് പിന്നിലിരുന്നാൽ കേൾക്കാമല്ലോ, അങ്ങനെ ഇരിക്കുന്നു. അന്ന് ഒരു പാട്ട് പാടിയുണ്ട്. ആ മംഗളശ്ലോകം മുതൽ ധനാശി വരെ അവിടുന്ന് മാറിക്കൊടുത്തിട്ടില്ല. 2 ശങ്കടിമാരുണ്ട്, ഇപ്പം ആരാന്ന് ഓർമ്മയില്ല, ശശിയേട്ടന് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അവർ ഇങ്ങനെ മാറും, ഒരു കുറേ പാദം കഴിഞ്ഞാൽ അതിലൊരാൾ മാറും. പക്ഷെ കുറുപ്പാശാന് മാറ്റമില്ല, ഒരിളക്കം ഇല്ലാണ്ട് കുറുപ്പിൻ്റെ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഉറച്ച് അവിടെ നിൽക്കുകയാണ്. സാധാരണ ഒരാൾ ഈ മുമ്പിൽ ആരും ഇല്ലാത്ത ഒരു ദിക്കിൽ ഇത്രയും ആ മനസ്സ് തുറന്ന് പാട് അല്ലെങ്കിൽ ആട് ചെയ്യില്ല. കാര്യം കാണാനില്ലെങ്കിൽ എന്തിനാ ആടണമെന്ന് വിചാരിക്കുക, ആ മൂഡ് പോണ ഒരു സന്ദർഭമാണ്. പക്ഷേ കുറുപ്പാശാനെ അതൊന്നും ബാധിച്ചില്ല. അന്ന് ബാക്കിയുള്ളവരും ഷാരടി വാസുവിൻ്റെ ആയിരുന്നു ബാഹുകൻ. 3-ാം ദിവസമാണ് കഥ. അവരെല്ലാവരും നല്ല ഉത്സാഹത്തിൽ കളിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് പാടിയെന്ന് തോന്നി, വെറും 10-12 പേർക്ക് വേണ്ടി. എന്നാൽ വേറൊരു ദിവസം 2 ദിവസം കഴിഞ്ഞ് വേറൊരു ദിക്കിൽ ഒരു 1000 പേരുള്ള സദസ്സാണെങ്കിൽ ചിലപ്പോൾ പാട്ട് വഷളായിന്നും വരും, ഒന്നും ഉറപ്പില്ല. ആ ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് കുറുപ്പാശാന് ഉണ്ടായിരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ ദിവസം അത് അദ്ദേഹത്തിൻ്റെ ദിവസം തന്നെയാണ്. നമ്പീശനാശാൻ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ അറിഞ്ഞ് തെളിഞ്ഞ് പാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറുപ്പാശാൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറുപ്പാശാൻ്റെ കുറേ കഥകളുണ്ട്. അത് അധികം വിസ്തരിക്കണില്ല. പിന്നെ കുറുപ്പാശാൻ്റെ കാലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ജൂനിയർ എന്ന് പറയാം, കാലം കഴിഞ്ഞിട്ട് എന്ന് പറയാൻ പറ്റില്ല. ആ കാലത്ത് പിന്നെ ഈ അരങ്ങിൽ തിളങ്ങി നിന്ന ഒരു ഗായകൻ എന്ന് പറഞ്ഞാൽ ശങ്കരൻ എമ്പ്രാന്തിരിയാണ്. എമ്പ്രാന്തിരി ഒരു ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് നമുക്ക് ആദ്യകാലത്ത് തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പൊന്നാനി പാട്ടുകാരനായി മാറാൻ കഴിഞ്ഞു. ഒപ്പമുള്ളവർ മുഴുവൻ, കുറച്ച് സീനിയറായിട്ടുള്ളവർ വരെ അദ്ദേഹത്തിന് ശങ്കടിയായിട്ടാണ് പാടിയിരുന്നത്. അതുവരെയുള്ള സമ്പ്രദായങ്ങളിൽ നിന്ന് സ്വന്തം ഒരു വഴി കണ്ടെത്തി അദ്ദേഹം. ഇപ്പം സ്വന്തം പരിമിതികളും അറിയാം, സാധ്യതകളും അറിയാം. അതാണ് ഒരു കലാകാരന് വേണ്ടത്. ശബ്ദ സൗഭഗം അത് അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ തൊണ്ട വഴക്കം, ഭൃഗയൊക്കെ അതിഗംഭീരമായിട്ട് പാടാനുള്ള സിദ്ധി ഉണ്ടായിരുന്നു. പിന്നെ ഭാവപ്രധാനമായിട്ട് അതിന് ഉചിതമായിട്ടുള്ള സംഗതി കൊണ്ടുവരാനുള്ളൊരു കഴിവ്, ഇതെല്ലാം കൊണ്ട് അനവധി ആസ്വാദകരെ അദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റാൻ എമ്പ്രാന്തിരിക്ക് കഴിഞ്ഞു. ഒരു കാലത്ത് ഇപ്പോൾ ഞാനൊക്കെ ഈ കളി കാണാൻ തുടങ്ങുന്ന കാലത്ത്, അതായത് ഒരു 77 മുതലുള്ള അതിനു മുമ്പും കഥകളി കാണാറുണ്ട്. പക്ഷെ അതിങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ കാണൽ മാത്രമേ ഉള്ളൂ, ഒരു ആനച്ചന്തം പോലെ കാണൽ. അത് പലയിക്കലും വെറുതെ ഉറക്കമൊഴിക്കാൻ ഒരു രസമായിട്ട് കാണാറുണ്ട്. അതല്ലാണ്ട് ശ്രദ്ധിച്ച് കാണാൻ തുടങ്ങിയ ആ സമയത്തൊക്കെ ഇപ്പോൾ എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, കോട്ടയം ആ ഭാഗത്തെല്ലാം പൊന്നാനി എമ്പ്രാന്തിരി, മറ്റതാരാന്നുള്ളത് ആര് വേണമെങ്കിൽ ആവാം. ഹൈദരാലി ആവാം, വെൺമണി കൃഷ്ണനാവാം, സുബ്രഹ്മണ്യനാവാം, അങ്ങനെ പലരും മാറി മാറി വരും. ആ കാലത്ത് വേറൊരു ഗുണം കൂടി കിട്ടി. കുറുപ്പാശാൻ ഇവിടെ ഇല്ലാത്ത കാലമാണ്. അത് കഴിഞ്ഞ് കുറുപ്പാശാൻ അധികം താമസിക്കാണ്ട് വന്നു. അപ്പോഴാണ് ഈ എമ്പ്രാന്തിരി കുറുപ്പ് എന്ന് പറഞ്ഞ് 2 പക്ഷമൊക്കെ ഉണ്ടായി. അത് എങ്ങനെ പോട്ടെ, അതല്ലേ ഇപ്പോൾ എമ്പ്രാന്തിരിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ മൈക്കിൻ്റെ സാധ്യതകൾ മാക്സിമം ഉപയോഗിക്കാനുള്ളൊരു സിദ്ധിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കുറേ കാലം അരങ്ങ് കീഴടക്കി. ഈ ആദ്യകാലത്തുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് അവസാന കാലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു വളരെ നമുക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുത. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കാരണം നേരത്തെ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. പിന്നെ കുറേയും കൂടി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴും സുഖമായിട്ട് അരങ്ങത്ത് നിന്ന് പാടാൻ ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു എന്ന് തോന്നും. അത്രയും സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം ആദ്യത്തെ സൗഭാഗ്യം അവസാനം അദ്ദേഹത്തെ തുണച്ചില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ വസ്തുത. പിന്നെ ഹൈദരാലിയുടെ ഒരു വേറൊരു ബാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു രീതി, ഹിന്ദുസ്ഥാനിയുടെ കുറേ സാധനങ്ങൾ ഉൾപ്പെടുത്തി, ലളിത സംഗീതത്തിൻ്റെ കുറേ സാധനങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ട് കുറേയും കൂടി ജനകീയമായിട്ടുള്ളൊരു സംഗീതം അദ്ദേഹം സൃഷ്ടിച്ചു. ഇത് എന്താ പറയുക, കഥകളിക്ക് യോജിക്കാത്തതാണെന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സംഗീതത്തിൻ്റെ ആ സിദ്ധി വിശേഷം ആർക്കും തള്ളി പറയാൻ പറ്റില്ല. പിന്നെ വെൺമണി ഹരിദാസ്, അദ്ദേഹം വേറൊരു ജനുസാണ്. ശരിക്കും അദ്ദേഹം അർഹിച്ച ഒരു
സംഗീത ജീവിതം അദ്ദേഹത്തിന് ശരി കിട്ടിയെന്ന് തോന്നണില്ല. ആദ്യകാലത്ത് കുറേ ശിങ്കിടിയായിട്ട് ഇങ്ങനെ പാടി പാടി കുറേ നടക്കേണ്ടി വന്നു. പിന്നെ ആ സ്വാതന്ത്ര്യം കിട്ടി അത് സ്വന്തം ചിറകിൽ പറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അനാരോഗ്യം ബാധിച്ചു. പിന്നെ അധിക ആയുസ്സില്ലാണ്ട് ഈ കഥകളി രംഗവും ആസ്വാദകരം വിട്ട് പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അരങ്ങത്ത് കാണുന്ന എല്ലാവരും അവരെല്ലാവരും ഒരു കാലത്ത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകശിലാരൂപം വന്നിരുന്നു കുറച്ചു കാലം ഇടയിൽ. ഇപ്പം ആദ്യകാലത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്പീശൻ പാടുന്ന കാലത്ത് തന്നെ നമ്പീശൻ, ഗംഗാധരൻ, കുറുപ്പ് എന്നൊക്കെ എമ്പ്രാന്തിരി എന്നൊക്കെ പറയുമ്പോൾ പല രീതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ആ ശൈലീ വ്യത്യാസം ഇത്തിരി കുറഞ്ഞ് എല്ലാവരും ഏകദേശം ഒരേപോലെ പാടുന്ന ഒരു ഘട്ടം വന്നു. ഇപ്പോൾ വീണ്ടും ഗായകർ സ്വന്തം വഴി കണ്ടെത്താൻ വേണ്ടി ബൗദ്ധികമായിട്ടും ശാരീരികമായിട്ടും ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു വളരെ നല്ല ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ കോട്ടക്കൽ നാരായണൻ്റെ ഒരു ശൈലിയാണ്, കോട്ടക്കൽ മധുവിൻ്റെ, ബാബു നമ്പൂരിയുടെ, വിനോദിൻ്റെ, അങ്ങനെ പേര് പറയണില്ല, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അത് കഥകളിക്കൊരു നല്ലതാണ്. ഏകശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലയ്ക്ക് ഒരു ദോഷമാണ്. അത് ആരായാലും മതി എന്നുള്ള ഇതാണ്. അപ്പോൾ കഥകളിയുടെ പരിണാമം ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് കുറുപ്പാശാനെ ഒന്ന് സൂചിപ്പിച്ചു. കുറുപ്പാശാൻ്റെ കഥകൾ എന്ന് പറഞ്ഞാൽ പലരും പറയാനുണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ ഈ സ്മാരക പ്രഭാഷണമാണ്, ഇത് അനുസ്മരണ പ്രഭാഷണം അല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. അനുസ്മരണ യോഗം കഴിഞ്ഞിരിക്കുകയാണ്. സ്മാരക പ്രഭാഷണം ചെയ്ത രമേശ് തമ്പുരാനും അതുപോലെ ആശംസ പ്രസംഗം ചെയ്ത ശ്രീ അച്യുതാനന്ദ സാറിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ 2 ദിവസങ്ങളിലുമായിട്ടുള്ള അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം വഹിച്ച അനുസ്മരണ സമിതിയിലെ ഭാരവാഹികൾക്കും ഡോക്ടർ KNP ഷാരടി സ്മാരക കഥകളി ക്ലബിലെ ഭാരവാഹികൾക്കും കേരള കലാമണ്ഡലത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ മറ്റു തരത്തിൽ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും സഹകരണം ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം.